അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന നിയമങ്ങളാണ് കേട്ടോ. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായ നിയമങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 ഒരു അടിസ്ഥാന നിയമമാണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 എന്താണ്? ഒരു അടിസ്ഥാന നിയമമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം 2007 ഒരു അടിസ്ഥാന നിയമമാണ്. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായ നിയമങ്ങളാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം 2005, കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം 2007, കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം നിലവിൽ വന്ന വർഷം 2010 അപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം എന്നാണ് 2010 കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് 2010 കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം നിലവിൽ വന്ന വർഷം എന്നാണ് 2010 കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യപ്പെട്ട വർഷങ്ങളാണ് 2010, 2015. കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യപ്പെട്ട വർഷങ്ങൾ എന്നാണ് 2010, 2015. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായ നിയമങ്ങളാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം 2005, കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിയമം 2007, കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം 2010, കേരള സംസ്ഥാന ദുരന്ത നിവാരണ ഭേദഗതി നിയമങ്ങൾ 2010, 2015. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ല, ഞാനതിൻ്റെ ബുക്കിൽ നോക്കി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 2. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 2. വകുപ്പ് 3 മുതൽ 13 വരെയാണ്. വകുപ്പ് 3 മുതൽ 13 വരെ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചാപ്റ്റർ 3 അത് 14 മുതൽ 24 വരെയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചാപ്റ്റർ 3 അത് 14 മുതൽ 24 വരെയാണ്. അടുത്ത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചാപ്റ്റർ 4 25 മുതൽ 34 വരെയാണ്. 25 മുതൽ 34 വരെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യായം 2, വകുപ്പ് 3 മുതൽ 13 വരെ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 3, വകുപ്പ് 14 മുതൽ 24 വരെ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പ് അധ്യായം 4, 25 മുതൽ 34 വരെ. അപ്പോൾ 2, 3, 4 ജില്ല, സംസ്ഥാനം, ദേശീയം, സംസ്ഥാനം, ജില്ല എന്നിവ 2, 3, 4 എന്ന രീതിയിലും. അടുത്ത വകുപ്പ് 13, 3 to 13, 14 to 24, 25 to 34 അങ്ങനെ പഠിച്ചു നോക്കുക. അടുത്ത് ദുരന്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തര സഹായത്തിനും ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനും വേണ്ടി വരുന്ന ചെലവുകൾക്കായി ഉപയോഗിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഫണ്ടാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇനി ദേശീയ ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ്? ദുരന്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തര സഹായത്തിനും ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനും വേണ്ടി വരുന്ന ചെലവുകൾക്കായി ഉപയോഗിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഫണ്ടാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി എന്നറിയപ്പെടുന്നത്. ദുരന്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തര സഹായത്തിനും ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനുമായി വേണ്ടി വരുന്ന ചെലവുകൾക്കായി ഉപയോഗിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു ഫണ്ടാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി എന്ന് പറയുന്നത്. 11ാം ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിച്ചിരുന്ന നാഷണൽ കലാമിറ്റി കണ്ടൻജൻസി ഫണ്ടാണ് എന്നാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി മുൻപ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എന്താണ്? 11ാം ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിച്ചിരുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി 11ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിച്ചിരുന്ന നാഷണൽ കലാമിറ്റി കണ്ടൻജൻസി ഫണ്ട് എന്നാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി മുൻപ് അറിയപ്പെട്ടിരുന്നത്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നയത്തിലെ സെക്ഷനാണ് സെക്ഷൻ 46 എന്നറിയപ്പെടുന്നത്. അപ്പം ദേശീയ ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 46. ദേശീയ ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 46. ദേശീയ ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 46 എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഈ ഫണ്ടിനെ റിസർവ് ഫണ്ട് നോട്ട് ബെയറിംഗ് ഇൻട്രസ്റ്റ് എന്ന ഫണ്ടുകൾ എന്നതിന് കീഴിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക് അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് റിസർവ് ഫണ്ട് നോട്ട് ബെയറിംഗ് ഇൻട്രസ്റ്റ് എന്ന ഫണ്ടുകൾ എന്നതിന് കീഴിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക് അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി ഓഡിറ്റ് ചെയ്യുന്നത്. ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ദുരന്ത പ്രതികരണ നിധി എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് ചെയ്യുന്നത്.
അടുത്ത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്താണെന്ന് നോക്കാം. ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി അല്ലേ, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി. ദേശീയ ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 46. 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമത്തിലെ സെക്ഷൻ 48(1)(a) പ്രകാരമാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് പ്രവർത്തിക്കുന്നത്. എന്താണ്? 48(1)(a) പ്രകാരമാണ് സംസ്ഥാന സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് രൂപീകരിച്ചത്. അപ്പോൾ 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമത്തിലെ സെക്ഷൻ 48(1)(a) പ്രകാരമാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമത്തിലെ സെക്ഷൻ 48(1)(a) ആണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് രൂപീകരിക്കപ്പെട്ടത്. 13ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചാണ് ഈ ഫണ്ട് രൂപീകരിച്ചത്. അപ്പം കേരളത്തിൽ എത്രയാമത്തെ ധനകാര്യ കമ്മീഷനാണ്? 13ാം ധനകാര്യ കമ്മീഷൻ കേട്ടോ. 13ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചാണ് ഈ ഫണ്ട് രൂപീകരിച്ചത്. ഇവ കൂടാതെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇവ കൂടാതെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇടിമിന്നൽ, കടൽക്ഷോഭം മൂലമുള്ള തീരശോഷണം, ചുഴലിക്കാറ്റിനേക്കാൾ വേഗത കുറവുള്ളതും എന്നാൽ ജീവനും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാക്കുന്നതുമായ ശക്തമായ കാറ്റ് എന്നിവ സംസ്ഥാന ദുരന്തങ്ങളായി സർക്കാർ ഉത്തരവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിവ എന്താണ്? സംസ്ഥാന ദുരന്തങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഇടിമിന്നൽ, കടൽക്ഷോഭം മൂലമുള്ള തീരശോഷണം, ചുഴലിക്കാറ്റിനേക്കാൾ വേഗത കുറവുള്ളതും എന്നാൽ ജീവനും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാകുന്നതുമായ ശക്തമായ കാറ്റ് എന്നിവ സംസ്ഥാനതല ദുരന്തങ്ങളായിട്ട് സർക്കാർ ഉത്തരവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ഡിസാസ്റ്റർ പ്രതികരണ നിധികൾ, അതായത് ദുരന്ത പ്രതികരണ നിധികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിന് പ്രകൃതി ദുരന്തങ്ങളിൽ അംഗീകരിച്ചിട്ടുള്ളവ ഏതൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ, അതായത് നോക്കൂ, കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിനായി പ്രകൃതി ദുരന്തങ്ങളെ അംഗീകരിച്ചിട്ടുള്ളവയാണ് ചുഴലിക്കാറ്റ്, വരൾച്ച, ഭൂമികുലുക്കം, തീപിടുത്തം, വെള്ളപ്പൊക്കം, സുനാമി, ആലിപ്പഴവർഷം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, പാറനിരങ്ങൾ, പാറവീഴ്ച, ശൈത്യതരംഗം, ഹിമപാതം, കൃഷിയിടങ്ങളിലെ വ്യാപകമായ കീടബാധ, മേഘസ്ഫോടനം എന്നിവ എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിന് പ്രകൃതി ദുരന്തങ്ങളെ അംഗീകരിച്ചിട്ടുള്ളവയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിനായി പ്രകൃതി ദുരന്തങ്ങളെ അംഗീകരിച്ചിട്ടുള്ളവ ഏതൊക്കെയാണ്? ഒന്ന് ചുഴലിക്കാറ്റുണ്ട്, പിന്നെ വരൾച്ചയുണ്ട്, ഭൂമികുലുക്കമുണ്ട്, പിന്നെ തീപിടുത്തം, വെള്ളപ്പൊക്കം, സുനാമി, ആലിപ്പഴവർഷം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, പാറനിരങ്ങൾ, പാറവീഴ്ച, പിന്നെ ശൈത്യതരംഗം, ഹിമപാതം, അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലെ വ്യാപകമായ കീടബാധ, മേഘസ്ഫോടനം എന്നിവയ്ക്ക് എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിനായി പ്രകൃതി ദുരന്തങ്ങളായി അംഗീകരിച്ചിട്ടുള്ളവയാണ്. അടുത്ത് നോക്കാം വേഗത. അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. മേഘസ്ഫോടനം എന്ന് പറയുന്നത് ഒരു ചെറിയ മേഖലയിൽ 80 സ്ക്വയർ കിലോമീറ്റർ വരെ അതിശക്തമായ മഴയും ഏതാണ്ട് 100 mm ഒരു മണിക്കൂറിൽ കൂടുതൽ കാറ്റും ചേർന്നുള്ള പ്രതിഭാസത്തെയാണ് മേഘസ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് നോക്കാം. CMDRF അല്ലേ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിലവിൽ പൂർണ്ണമായും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയാണ്? ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ധനകാര്യ സെക്രട്ടറിയുടെ ഹാൻഡ് ആൻഡ് സീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഫണ്ട് പിൻവലിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ധനകാര്യ സെക്രട്ടറിയുടെ ഹാൻഡ് ആൻഡ് സീല് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫണ്ട് പിൻവലിക്കാൻ കഴിയുള്ളൂ. ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിലും CMDRF നിയന്ത്രിക്കുന്നത് സർക്കാരിൻ്റെ റവന്യൂ വകുപ്പാണ്. ഇത് നിയന്ത്രിക്കുന്നത്. ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിലും CMDRF നിയന്ത്രിക്കുന്നത് സർക്കാരിൻ്റെ റവന്യൂ വകുപ്പാണ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ സംവിധാനം അല്ലെങ്കിൽ ദുരന്ത നിവാരണ വിവര സംവിധാനം എന്താണെന്ന് നോക്കാം. അതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദേശീയ തലത്തിൽ ഒരു സംയോജിത ദുരന്ത വിവര ശേഖരണം എന്ന ആശയം കൊണ്ടുവന്നു. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദേശീയ തലത്തിൽ ഒരു സംയോജിത ദുരന്ത വിവര ശേഖരണം എന്ന ആശയം കൊണ്ടുവന്നു. ഇതിനെ ആവിഷ്കരിക്കപ്പെട്ട സംവിധാനമാണ് NDMIS എന്നറിയപ്പെടുന്നത്, അതായത് ദേശീയ ദുരന്ത നിവാരണ വിവര സംവിധാനം എന്നറിയപ്പെടുന്നത്. അടുത്ത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ദേശീയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം.
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ദുരന്ത നിവാരണ വിഭാഗം, സംസ്ഥാന സർക്കാർ, ജില്ലാ ഭരണകൂടം എന്നിവയാണ് ഈ സംവിധാനത്തിൻ്റെ പങ്കാളികൾ. അപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ദുരന്ത നിവാരണ വിഭാഗം, സംസ്ഥാന സർക്കാർ, ജില്ലാ ഭരണകൂടം എന്നിവരാണ് ഈ സംവിധാനത്തിലെ പങ്കാളികൾ. ദുരന്തങ്ങളുടെ വർഗീകരണം, ദുരന്ത പ്രതികരണവും സമാശ്വാസവുമായി ബന്ധപ്പെട്ട വിവിധ മാനദണ്ഡങ്ങൾ, ഘടകങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് മനുഷ്യജീവനുണ്ടാകുന്ന നഷ്ടങ്ങൾ, പരിക്കുകൾ, കന്നുകാലികൾ, മറ്റ് ജീവനോപാധികൾ, ആസ്തികൾ തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്നിവ കൃത്യമായി വിലയിരുത്തി ദുരന്താനന്തര നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ എന്താണ് ദുരന്തങ്ങളുടെ വർഗീകരണം? ദുരന്ത പ്രതികരണവും സമാശ്വാസവുമായി ബന്ധപ്പെട്ട വിവിധതരം മാനദണ്ഡങ്ങൾ, ഘടകങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് മനുഷ്യജീവനുണ്ടാകുന്ന നഷ്ടങ്ങൾ, പരിക്കുകൾ, കന്നുകാലികൾ, മറ്റ് ജീവനോപാധികൾ, ആസ്തികൾ തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്നിവ കൃത്യമായി വിലയിരുത്തി ദുരന്താനന്തര നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അതായത് CMDRFൻ്റെ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ അധികാരമുള്ള ധനകാര്യ സെക്രട്ടറിക്ക് തൻ്റെ വകുപ്പിൻ്റെ ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. ഇത് CMൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ദേശീയ ദുരന്ത നിവാരണ വിവര സംവിധാനം വേറൊരു സംഭവമാണ്. ഇതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയുന്ന അടുത്തൊരു പാരഗ്രാഫ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണെന്ന് നോക്കാം. അതായത് CMDRFൻ്റെ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ അധികാരമുള്ള ധനകാര്യ സെക്രട്ടറിക്ക് തൻ്റെ വകുപ്പിൻ്റെ ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. അതായത് ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിക്കാൻ അധികാരമുള്ള ധനകാര്യ സെക്രട്ടറിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തൻ്റെ ഇഷ്ടപ്രകാരം അക്കൗണ്ട് പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് അനുസരിച്ച് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് സാധിക്കുകയുള്ളൂ. റവന്യൂ സെക്രട്ടറി ഇത് പുറപ്പെടുവിക്കണം. പിന്നെ വിവരാവകാശ നിയമം CMDRF ഫണ്ടിന് ബാധകമാണ്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ജനങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുണ്ട്. CMDRF ഫണ്ടിൻ്റെ ഓഡിറ്റ് ചെയ്യുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. ആരാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. അപ്പം മഴ മുന്നറിയിപ്പുകളാണ് ഇനി നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ പോകുന്നത്. മണിക്കൂറിൽ എത്ര മഴ പെയ്തു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മഴയുടെ തീക്ഷ്ണത നിർണ്ണയിക്കുന്നത്. മണിക്കൂറിൽ എത്ര മഴ എന്നുള്ളത്. ഏറ്റവും കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കാനായി വെള്ള, പച്ച എന്നീ കളർ ബോർഡുകൾ കൂടിയുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കാൻ വെള്ള, പിന്നെ പച്ച, പിന്നെ ഇവ 64.5 മില്ലിമീറ്റർ കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കുന്നു. ഇവ എന്ത് ചെയ്യുന്നു? 64.5 മില്ലിമീറ്റർ കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കുന്നു. 64.5 മില്ലിമീറ്റർ കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കുന്നതും സാധാരണ നിലയിൽ അപകട സാധ്യതയില്ലാത്തതുമാണ് വെള്ളയും പച്ചയെന്ന് അറിയപ്പെടുന്നത്. വെള്ളയും പച്ചയും 64.5. അടുത്ത്, എന്നാൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ തീവ്രത കുറഞ്ഞ മഴയാണ് ലഭ്യമാകുന്നതെങ്കിൽ പോലും ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് മഴ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. അടുത്ത അലേർട്ടുകൾ നോക്കാം. കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തിലാണ് റെഡ് അലേർട്ട് പുറപ്പെടുവിക്കുന്നത്. സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യത്തിലാണ് റെഡ് അലേർട്ട് പുറപ്പെടുവിക്കുന്നത്. ദുരന്ത സാധ്യത മേഖലയിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നുള്ളതാണ്. എന്തൊക്കെയാണ്? അതിശക്തമായ മഴയെ സൂചിപ്പിക്കുന്നു. 204.5 mm കൂടുതൽ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം 204.5 mm അല്ലെങ്കിൽ 20.45 സെൻറ്റിമീറ്റർ 204.5 mm അഥവാ 20.45 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. അടുത്ത ഓറഞ്ച് അലേർട്ടോ? ശക്തമായതോ അതിശക്തമായ മഴയെ സൂചിപ്പിക്കുന്ന അലേർട്ടാണ് ഓറഞ്ച് അലേർട്ട്. ശക്തമായതോ അതിശക്തമായതോ മഴയെ സൂചിപ്പിക്കുന്ന അലേർട്ടാണ് ഓറഞ്ച് അലേർട്ട്. അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ്. 115.6 mm മുതൽ 204.4 mm വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. 115.6 mm മുതൽ 204.4 mm വരെ ആണ് മഴ പെയ്യാൻ സാധ്യത കാണുമ്പോഴാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. അടുത്ത യെല്ലോ അലേർട്ട് നോക്കാം. ശക്തമായ മഴയുടെ സാധ്യതയെ അല്ലെങ്കിൽ ശക്തമായ മഴ സാധ്യതയെ സൂചിപ്പിക്കുന്ന അലേർട്ടാണ് യെല്ലോ അലേർട്ട്. കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണമെന്ന് പറയുന്നതാണ് യെല്ലോ അലേർട്ട്. എത്രയാണ് വരുന്നത്? 64.5 mm മുതൽ 115.5 mm വരെയാണ്. 64.5 mm മുതൽ 115.5 mm വരെയാണ് യെല്ലോ അലേർട്ടിൽ പറയുന്നത്. അടുത്ത ഗ്രീൻ അലേർട്ട് എന്ന് പറയുന്നത് നേരിയ തോതിലുള്ള മഴ സാധ്യത സൂചിപ്പിക്കുന്നു. ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ല. 15.6 mm മുതൽ 64.4 mm വരെയാണ്. 15.6 mm മുതൽ 64.4 mm വരെയാണ് മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ പച്ച അലേർട്ട് പ്രഖ്യാപിക്കാം. അടുത്ത വൈറ്റ് അലേർട്ടോ? മഴയില്ല, ചാറ്റൽ മഴയുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. 2.5 mm മുതൽ 15.5 mm വരെയുള്ള മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കുമ്പോൾ വെള്ള അലേർട്ട് പ്രഖ്യാപിക്കുന്നു.
2.5 മുതൽ 15.5 വരെയാണ് വൈറ്റ് അലേർട്ട് അഥവാ വെള്ള അലേർട്ട്. 2.5 mm മുതൽ 15.5 mm വരെയാണ് വെള്ള അലേർട്ട്. 15.6 mm മുതൽ 64.4 mm വരെയാണ് ഗ്രീൻ അലേർട്ട്. 64.5 mm മുതൽ 115.5 mm വരെയാണ് യെല്ലോ അലേർട്ട്. 115.5 mm മുതൽ 204.5 വരെയുള്ളതാണ് റെഡ് ഇതെന്ന് പറയുന്നത് ഓറഞ്ച് അലേർട്ട്. 204.5 കൂടുതലാണെങ്കിൽ റെഡ് അലേർട്ടാണ്. ഓക്കെ, അപ്പം ഇതെല്ലാം പഠിച്ചു വെക്കുക. ഇതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.